ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ബാനുക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പം ഞാൻ ബർത്ത്ഡേക്ക് മുമ്പ് നമുക്ക് ഈവനിങ് ആണ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ബർത്ത്ഡേക്ക് മുമ്പ് ഞാൻ റെഡി ആവുന്ന ഒരു വീഡിയോ ആണ്. കുറേ പേരത് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. എനിക്കറിയില്ല, ഞാൻ കറക്റ്റായിട്ടൊന്നും അല്ല എടുത്തിട്ടില്ല. എനിക്ക് പോകാനുള്ളൊരു തിരക്കിലായിരുന്നു. അപ്പം അതിൽ പറ്റുന്ന പോലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി. പ്രൊഡക്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കറക്റ്റ് ഓർഡറിലൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. ഞാൻ എനിക്ക് അപ്പത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു മിനിമൽ ഒരു മേക്കപ്പ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ഞാൻ ബ്ലെൻഡർ വരെ എടുക്കാൻ മറന്നു, എന്നിട്ട് കൈ വെച്ചൊക്കെയാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കമൻറ്റ് സെഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യമാണ് ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യുമോ എന്ന്. എനിക്ക് ഹെയർ സ്റ്റൈൽസ് ഒന്നും അധികം അറിയില്ല. ഞാൻ യൂഷ്വലി ചെയ്യുന്ന 2-3 അറിയുള്ളൂ. അതല്ല, ഞാൻ പഠിച്ചിട്ട് ചെയ്തു തരണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തരാം. പിന്നെ നോർമലി ഞാൻ എന്ത് ഹെയർ സ്റ്റൈലാണ് മുടി കെട്ടാറെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ്. ഇതിൻ്റെയൊക്കെ ഇത് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാം. പറഞ്ഞിരുന്നാൽ മതി, താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഈസി ആയിട്ടാണ് മുടി ഇടുന്നത്, വലിയ പാടൊന്നുമില്ല. സോ ഇതാണ് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ്. ഒരു നോർമൽ ഒരു ചുരിദാറായിരുന്നു, കൂടുതൽ ആഡംബരമൊന്നുമില്ല, ഒരു സിമ്പിൾ ഒരു ചുരിദാറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാനുക്കുട്ടിയുടെ സ്റ്റാർ ഓഫ് ദ ഡേ ബാനുക്കുട്ടിയുടെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അവള് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കസേരയിൽ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അവൾ. പിന്നെ ഷൂ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാലിട്ടത്. അപ്പം മാക്സിമം അതിങ്ങനെ ഊരാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ഇതായിരുന്നു നമ്മുടെ സ്റ്റേജ് ഡെക്കോർ. വന്നിട്ട് ഒരു പേർപ്പിൾ പിങ്ക് ആ ഒരു ഷെയ്ഡായിരുന്നു. നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാനുവിൻ്റെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജ് കാണാനായിട്ട്. ആ ഒരു ഈവനിങ് പാർട്ടിക്ക് പറ്റിയൊരു വൈബായിരുന്നു സ്റ്റേജ്. പിന്നെ നമ്മൾ പതുക്കെ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചേട്ടനും ചേച്ചിയും തന്നെയാണ് ഹോസ്റ്റ് ചെയ്തിരുന്നത്. ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ബാനു ജനിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും വലുതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടൻ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതുക്കെ അവിടെ ഉണ്ടായിരുന്ന ബാനുവിൻ്റെയും വിവിയുടെയൊക്കെ ഫ്രണ്ട്സിനെ വെച്ചിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്.
ഭാനു ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത്രയും ക്രൗഡ് വന്നതിന്റെ ഒരു വഴക്കോ ഒരു ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പാട്ടൊക്കെ കേട്ട് നല്ല രസത്തിൽ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പോയിട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ്റെയും ചേച്ചിയുടെ ഒക്കെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വെറുതെ നമ്മുടെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ചു. പിന്നെ ചേട്ടൻ ചേച്ചിയൊക്കെ ഡാൻസ് കളിച്ചു. ഇത് പാട്ട് ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് പാട്ട് ഇടാത്തത്. നിങ്ങൾ ഏത് പാട്ടാണെന്ന് ഗസ് ചെയ്യും. അപ്പൊ അവരുടെ ഡാൻസ് ആണ്. സോ ഇതൊക്കെയായിരുന്നു ഭാനുവിന്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിരിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ.